ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കണം. ഒരു കോട്ട് മാത്രം മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിക്ചർ നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പിക്ചർ എല്ലാവരും വരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ട്രേസ് ചെയ്തെടുക്കുക. ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കുക. ഒരു ഔട്ട്ലൈൻ മാത്രം വരച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കത് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം ബോഡിയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ കളർ ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കളർ മിക്സിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്നത് റെഡും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ലൈറ്റാക്കിയിട്ട് നമ്മൾ ബോഡിക്ക് എങ്ങനെയാണോ ആ പിക്ചറിൽ കാണുന്നത് അതേപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കൊടുക്കാം. ചെയ്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ മിക്സ് ചെയ്യുമ്പം ഡാർക്കും ലൈറ്റ് കളറും നന്നായിട്ട് മിക്സ് ആവണം. അല്ലാതെ വേറിട്ട് നിൽക്കുന്നത് പോലെ തോന്നാൻ പാടില്ല. ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തെടുക്കണം, ബ്ലെൻഡ് ചെയ്തെടുക്കണം. രണ്ട് കളറും ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നും. നമ്മൾ വരച്ചത് എത്ര ഭംഗി ഉണ്ടായില്ല. പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഫുൾ ബോഡി ഫുൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ദുപ്പട്ട നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ദുപ്പട്ടയ്ക്ക് റെഡ് കളറാണ് ചൂസ് ചെയ്തത്. അതിലൊരു റെഡ് ഒരു ഓറഞ്ചിഷ് കളറാണ് ഉണ്ടായത്. ഞാൻ പിന്നെ അത് ഫുള്ളായി റെഡ് ആക്കിയിട്ടെടുത്തു. അപ്പോൾ നമ്മൾ ദുപ്പട്ടയും ഒക്കെ കളർ ചെയ്തെടുക്കുക. പിന്നെ അവരുടെ സ്കേർട്ടിനൊരു ഓറഞ്ചിഷ് കളറാണ് ഉണ്ടായത്. എന്നിട്ട് ഞാൻ ഓറഞ്ചാണ് അതിന് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ കളർ കൊടുക്കുക. നിങ്ങൾക്ക് ഫുൾ ഓറഞ്ചാണ് വേണ്ടെങ്കിൽ ഫുൾ ഓറഞ്ച് തന്നെ കൊടുക്കുക. നമ്മൾ ഫുൾ ഡ്രസ്സിനും ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കണം. എല്ലാത്തിനും ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് ഫുൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുക. ഒരു ഡ്രസ്സിനൊക്കെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്താൽ കുറച്ചും കൂടി ഒരു എടുത്ത് നിൽക്കുള്ളൂ പിക്ചർ. അപ്പോൾ ഇതേപോലെ എല്ലാം ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. 0 പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്യാൻ, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലിപ്പിന് നമ്മൾ റെഡ് കളറാണ് കൊടുത്തത്. പിന്നെ കണ്ണിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ദുപ്പട്ടയ്ക്കൊരു ലൈറ്റ് കളറിൽ ചെറിയ പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. റെഡ് കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട്, ഇല്ലെങ്കിൽ ഒരു പിങ്ക് കളർ വെച്ചിട്ട് അത് ഫുള്ളായിട്ട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ച് കൊടുക്കുക. ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ വളയും ഇതൊക്കെയാണ് ഓർണമെൻറ്റ്സ് വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഫുൾ ബ്ലാക്ക് ആക്രിലിക് ബ്ലാക്ക് കളറ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇലകൾ വരച്ചു കൊടുക്കണം. ചുറ്റും ഇലകൾ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കുറച്ച് ഇലകൾ വരച്ചു കൊടുക്കുക. ഫുള്ളായിട്ടൊന്നും വേണ്ട, അവരുടെ ആ ചുറ്റും മാത്രം മതി.
അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ബോട്ടിൽ പെയിൻറ്റിങ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ കളറൊക്കെ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ബോട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എനിക്ക് ട്രൈ പിക്സ് അയച്ചു തരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.